ഹലോ സ്റ്റുഡൻറ്റ്, CSIR നെറ്റ് ഗേറ്റ് എക്സാമുകളുടെ റീക്യാപ്പ് സീരീസിലാണ് നമ്മളുള്ളത്. അപ്പോൾ റീക്യാപ്പ് സീരീസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള പേപ്പറിലെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള സെക്ഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് പ്രോബ്ലംസും ഒന്ന് മെൻഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ബാക്കി കുറച്ച് പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് സെഷൻ ആക്സസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലെക്ചർ നോട്ടും അതുപോലെയുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതായാലും സെഷനിലേക്ക് പോകാം. സോ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക്കായ കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് ആദ്യം പറയാനുള്ളത്. സോ ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ആണ്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ സ്റ്റേറ്റ് ഓഫ് എനി ഫിസിക്കൽ സിസ്റ്റം ഈസ് സ്പെസിഫൈഡ് അറ്റ് ഈച്ച് ടൈം ടി ബൈ എ സ്റ്റേറ്റ് വെക്റ്റർ കെറ്റ് സൈ ഓഫ് ടി. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് വെക്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് കെറ്റ് സൈ എന്ന് പറയും, മറ്റേതൊന്ന് ബ്രാസ് സൈ എന്ന് പറയും. ഓക്കെ, സോ ഒരു ബ്രാസ് സ്പേസ് അവിടെ ഉണ്ട്, കെറ്റ് സ്പേസ് അവിടെ ഉണ്ട്. കെറ്റ് വെക്ടറിൽ ആരൊക്കെ ഉണ്ടോ അതിനൊക്കെ എനിക്ക് ബ്രാ ഡൊമൈനിലേക്ക് മാറ്റാൻ പറ്റും. ഹെർമിഷ്യൻ കോൺജുഗേറ്റ് എടുത്താൽ മതി. ട്രാൻസ്പോസ് എടുക്കുക, കോംപ്ലക്സ് ആയതിനൊക്കെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. ഇതാണ് കെറ്റിന് ബ്രാ ആക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി ഏത് അറ്റ് എ പെർട്ടിക്കുലർ ടൈമിലുള്ള ഏത് സ്റ്റേറ്റും എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, കെറ്റ് സൈ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹിൽബേർട്ട് സ്പേസിലാണ്. ഹിൽബേർട്ട് സ്പേസിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ സൈ ഓഫ് ടി കണ്ടെയ്ൻസ് ഓൾ ദ നീഡഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം. നമുക്ക് അവൈലബിൾ ആയ എല്ലാ ഇൻഫർമേഷനും അതിൽ നിന്ന് കിട്ടും. എനി സൂപ്പർ പൊസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് വെക്ടേഴ്സ് ഈസ് ഓൾസോ എ സ്റ്റേറ്റ് വെക്ടർ. ഇഫ് സൈ വൺ എന്നുള്ളത് കെറ്റ് സൈ വൺ എന്നുള്ള സ്റ്റേറ്റ് വെക്ടറാണ്, കെറ്റ് സൈ ടു എന്നുള്ളത് അനദർ സ്റ്റേറ്റ് വെക്ടർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കെറ്റ് സൈ വൺ പ്ലസ് എ ടൈംസ് എ വൺ ടൈംസ് കെറ്റ് സൈ വൺ പ്ലസ് A2 ടൈംസ് കെറ്റ് സൈ ടു എന്തായിരിക്കും, അനദർ സ്റ്റേറ്റ് വെക്ടർ ആയിരിക്കും. അതിന് വേണമെങ്കിൽ കെറ്റ് സൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നൗ പോസ്റ്റുലേറ്റ് നമ്പർ 2 ഒബ്സർവബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. എവറി ഫിസിക്കലി മെഷറബിൾ ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് ഏതിലാണ്, എന്താ പറയുക, ഓപ്പറേറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുക. അത് ക്വാണ്ടിറ്റി എ കോൾഡ് ആൻ ഒബ്സർവബിൾ ഓർ ഡൈനാമിക്കൽ വേരിയബിൾ. ദർ കറസ്പോണ്ട്സ് എ ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടാവും. സോ ദാറ്റ് ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഹാവ് ദ ഹൂസ് ഈഗൻ വെക്ടേഴ്സ് ഫോം എ കംപ്ലീറ്റ് ബേസിസ്. സോ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിൻലി 3 പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവുക. ഒന്ന്, ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഈഗൻ വാല്യൂസ് റിയൽ ആയിരിക്കും. രണ്ടാമത്തത് ഈഗൻ വെക്ടേഴ്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഈഗൻ വെക്ടേഴ്സ് ഓർ ഈഗൻ ഫങ്ഷൻസ് മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും. മൂന്നാമത്തത് ഈഗൻ ഫങ്ഷൻസ് ഫോംസ് എ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ. അപ്പോൾ ഫിസിക്കലി ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് എന്താണ്, ഒരു ഓപ്പറേറ്റർ ആണെന്ന് അർത്ഥം. അതിന് എനിക്കൊരു മെട്രിക്സ് ആയിട്ടോ ഒരു ഓപ്പറേറ്റർ ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വേറൊരു ഓപ്പറേറ്ററാണ് മൊമെൻറ്റം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എക്സ്, അതുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന വേറൊരാളാണ്. ഇനി ടോട്ടൽ എനർജി മെഷർ ചെയ്യാം. ടോട്ടൽ എനർജീൻ്റെ ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഓക്കെ, അതുപോലെ ആംഗുലാർ മൊമെൻറ്റം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ മെഷർ ചെയ്യാം, LX മെഷർ ചെയ്യാം. സ്പിന്ന് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ SX, SY, SYZ ഒക്കെ, SY ആൻഡ് SZ ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതാണ്. അപ്പം ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, സ്റ്റേറ്റ് വെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഒന്നും കൂടി ഒബ്സർവബിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഇവരെ കമ്പൈൻ ചെയ്യണം. അടുത്തതാണ് പോസ്റ്റുലേറ്റ് നമ്പർ 3 ആണ്, മെഷർമെൻറ്റ് ആൻഡ് ഈഗൻ വാല്യൂസ് ഓഫ് ദ ഓപ്പറേറ്റർ. സോ നോർമലി ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു മെട്രിക്സ് അതിൻ്റെ ഈഗൻ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ ഇവിടെ എ എന്നുള്ളൊരു ഓപ്പറേറ്റർ സൈ ഓഫ് ടിയിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വലൻ്റ് ടു ആൻ ഈഗൻ വാല്യൂ മൾട്ടിപ്ലൈഡ് വിത്ത് പർട്ടിക്കുലർ ഈഗൻ സ്റ്റേറ്റ്സിന് ഈക്വലൻ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ എ എന്നുള്ള ഓപ്പറേറ്റർ ഒരു ഈഗൻ സ്റ്റേറ്റിലോ ഒരു സ്റ്റേറ്റ് വെക്ടറിലോട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് AN കെറ്റ് സൈ എന്നുള്ളൊരു ഈഗൻ വാല്യൂ ആയിരിക്കും അവിടെ തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാ മെട്രിക്സിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കെറ്റായാലും ബ്രാവെക്ടർ ആയാലും മെട്രിക്സസ് ആയിരിക്കും. അതുപോലെ ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ മെട്രിക്സസ് ആയിരിക്കും. അപ്പോൾ ആ സ്ക്വയർ മെട്രിക്സസ് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് ഇവിടെ ഉണ്ട്. അതുപോലെ 3/3 സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. അതുപോലെ സൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3/1 ആയിരിക്കും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ആരെ കിട്ടും,
ഒരു 3/1 മെട്രിക്സ് കിട്ടും. ഓക്കെ. സിമിലർലി ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തൊരു വാല്യൂ ആണുള്ളത്. ആ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ ആരാണ്? ഒരു മെട്രിക്സ് ദാറ്റ് ഈസ് 3/1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും 3/1 കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡും 3/1 കിട്ടും. ഇതാണ് അതിൻ്റെ മെട്രിക്സ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ. Now postulate number 4 ആണ് പ്രോബബിലിസ്റ്റിക് ഔട്ട്കംസ് ഓഫ് എ മെഷർമെൻറ്റ്സ് ആണ്. പ്രോബബിലിസ്റ്റിക് ഔട്ട്കം ഓഫ് മെഷർമെൻറ്റ്സ്. സോ ഇത് രണ്ട് രീതി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര ആണെന്നുണ്ടെങ്കിൽ, ഡിസ്ക്രീറ്റ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിൽ രണ്ട് തരം അപ്രോച്ചാണ്. ഒന്ന് ഡിസ്ക്രീറ്റ് സ്പെക്ട്ര ആണ്, മറ്റേതൊന്ന് കണ്ടിന്യൂസ് സ്പെക്ട്ര വരുന്ന ഏരിയയാണ്. ഡിസ്ക്രീറ്റ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് പോലെയാണ്. സ്റ്റെപ്പ് പോലെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള വാല്യൂസ് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് പോലെയാണ്. ലിഫ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എല്ലാ വാല്യൂസും അതിൻ്റെ ഇടയിൽ പോസിബിൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂസിനെ ഈ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസിന് എനിക്ക് എന്താ പറയുക ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോരുത്തരെ പെറുക്കിയെടുത്ത് സോൾവ് ചെയ്താൽ മതി, സമ്മേഷൻ ചെയ്താൽ മതി എന്നർത്ഥം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആളെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. പെറുക്കിയെടുക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മേഷൻ ചെയ്താൽ മതി. ഓരോരുത്തരെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അതിന് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് എനിക്ക് അതിനെ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം വൺ ലിമിറ്റ് ടു അനദർ ലിമിറ്റ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ഓക്കെ. സോ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് സ്പെക്ട്ര ആണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ ആണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ ബ്രാ സൈ എൻ കെറ്റ് സൈ മോഡ് സ്ക്വയർ വരും. അപ്പോൾ ബ്രാ സൈ എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ? സപ്പോസ് ഫസ്റ്റിൻ്റെ P1ൻ്റെ പ്രോബബിലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ബ്രാ സൈ 1 കെറ്റ് സൈ മോഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബ്രാ സൈ കെറ്റ് സൈ കിട്ടും. ബ്രാ സൈ കെറ്റ് സൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുള്ളൂ. സോ അതാണ് നമ്മളെ ഈ ഇക്വേഷനിൽ വരുന്നുണ്ടാവുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ മോഡ് AN സ്ക്വയർ ബൈ മോഡ് ബ്രാ സൈ കെറ്റ് സൈ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതേ ആൾ ഇവിടെ പ്രോബബിലിറ്റി കണ്ടിന്യൂസ് സ്പെക്ട്ര ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഇൻ്റഗ്രേഷനാണ് ഇവിടെ വരുന്നുണ്ടാവുക. ഈ DN അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ വരും. സോ ഇൻ്റഗ്രൽ കറസ്പോണ്ടിങ് ടു ആ പർട്ടിക്കുലർ ലിമിറ്റിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ. നൗ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബേസിക്കലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം എവല്യൂഷൻ ഓഫ് എ സിസ്റ്റം എന്നുള്ളതാണ്. സോ ഒരു ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ IH ക്രോസ് ഡോ സൈ ബൈ ഡോട്ട് ടി ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു ഹാമിൽട്ടൺ ഓപ്പറേറ്റർ ഇൻറ്റു സൈ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ. സോ അതിന് കെറ്റ് റെപ്രസെൻറ്റേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി H എന്ന് പറഞ്ഞാൽ നോർമലി ആരാണ് വരിക? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു P ഓപ്പറേറ്റർ സ്ക്വയർ ബൈ 2m പ്ലസ് V ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ. വെദർ പൊട്ടൻഷ്യലി ടൈം ഡിപ്പെൻഡൻ്റ് ആവാം, ടൈം ഇൻഡിപെൻഡൻ്റ് ആവാം. സോ ഇതാണ് ടൈം എവല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഓക്കെ. ഇനി ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കത് പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ അവിടെ സൈ ഓഫ് ആർ കോമ ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈ ഓഫ് ആർ കോമ ടി എന്ന് പറഞ്ഞാൽ അത് പൊസിഷൻ വെക്ടറിൽ റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ബ്രാ ആർ കെറ്റ് സൈ ഓഫ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മൊമെൻറ്റത്തിൻ്റെ ടേം റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ബ്രാ പി കെറ്റ് സൈ ഓഫ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. സിമിലർലി പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ആർ കോമ ടി വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് സൈ ഓഫ് ആർ കോമ ടി സ്ക്വയർ ആണ് വരിക. ദാറ്റ് ഈസ് സൈ ഓഫ് ആർ മോഡ് സൈ സ്ക്വയർ ഡി ക്യൂബ് ആർ എന്ന് വരും. ത്രൂ ഔട്ട് ഓവറോൾ സ്പേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ മോഡ് സൈ സ്ക്വയർ ആണ് നോർമലി പ്രോബബിലിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ആ മോഡ് സൈ സ്ക്വയർ എനിക്ക് രണ്ട് രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ബ്രാക്കറ്റ് ആൾജിബ്ര ആണെന്നുണ്ടെങ്കിൽ ബ്രാ സൈ കെറ്റ് സൈ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ബ്രാ സൈ കെറ്റ് സൈ ചെയ്തിട്ട് മോഡ് സ്ക്വയർ എടുക്കുകയാണ് ചെയ്യുക. അടുത്തത് ഇൻ്റഗ്രൽ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സൈൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇനി അടുത്തതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സൈ എന്ന് പറഞ്ഞാൽ അത് അവിടെയുള്ള എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബ്രാ സൈ കെറ്റ് സൈ നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഈ കെറ്റ് സൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 ഇൻറ്റു കെറ്റ് സൈ 1 പ്ലസ് A2 ഇൻറ്റു കെറ്റ് സൈ 2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ഇപ്പോൾ ഏറ്റവും സിമ്പിളായ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെഡ് കിട്ടണം, ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഹെഡ് കിട്ടാനുള്ള ആ സ്റ്റേറ്റിന് ഞാൻ കെറ്റ് എച്ച് എന്ന് പറയാണ്. ടെയിൽ കിട്ടാനുള്ള സ്റ്റേറ്റിന് ഞാൻ കെറ്റ് ടി എന്ന് പറയാണ്. ഓക്കെ. സോ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി വാല്യൂറ്റി ആണെന്നുണ്ടെങ്കിൽ 1/√2 കെറ്റ് എച്ച് പ്ലസ് 1/√2 കെറ്റ് ടെയിൽ എന്നാണ് ഞാൻ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൻ്റെ സൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് കെറ്റ് സൈ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി ഞാൻ എങ്ങനെ കാണുക?
കെറ്റ് എച്ചിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഈ കോഎഫിഷ്യൻറ്റിൻ്റെ മോഡ് സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 1/2 കിട്ടും. കെറ്റ് ടെയിൽ കാണാനുള്ളതോ ഇവിടെ 1/2 കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്ത് ചെയ്യുക പ്രോബിലിറ്റി വരുന്നുണ്ടാവുക. ഇനി ഇതേ സാധനത്തിന് ഞാനൊരു ബയാസ്ഡ് കോയിൻ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് കെറ്റ് സൈ വിൽ ബി ഈക്വൽ ടു √3/2 കെറ്റ് എച്ച് പ്ലസ് 1/2 കെറ്റ് ടെയിലിന് കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കാം. ഒരു ബയാസ്ഡ് കോയിനാണ്. ഇതിൻ്റെ പ്രോബിലിറ്റി എത്ര വരിക? √3/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 വരും. 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 വരും. ഓക്കെ, അത് വേറൊരു കോയിൻ്റെ. അപ്പം കെറ്റ് എച്ച് എന്നുള്ള ആ സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3/4 ആണ്. ഒരുപാട് പ്രോബിലിറ്റിൻ്റെ കിട്ടാൻ. എന്നാൽ കെറ്റ് ടി എന്നുള്ള സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റിയോ 1/2, അതായത് 1/4 ആണെന്ന് അർത്ഥം. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോബിലിറ്റി ആക്സിയംസ് ഒക്കെ അവിടെ വാലിഡ് ആവുന്നുണ്ട്. അതായത് പ്രോബിലിറ്റി എപ്പോഴും എന്തേ വരുള്ളൂ? 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതൊക്കെ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. വേറെ കാര്യം, എല്ലാ പ്രോബിലിറ്റി സം ചെയ്ത് എത്ര കിട്ടണം? 1 കിട്ടണം അല്ലേ? ഒരു സിസ്റ്റത്തിൽ എല്ലാ പ്രോബിലിറ്റി സം ചെയ്താൽ 1 കിട്ടണം. കാരണം 1 കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അതല്ലാത്ത ഏതോ ഒരു പ്രോബിലിറ്റി അവിടെ മിസ്സിങ് ആണെന്ന് അർത്ഥം. ഓക്കെ, അത് കിട്ടാനുള്ള അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കൺസിഡർ എ സിസ്റ്റം ഹൂസ് സ്റ്റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ആൻ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് 3 വെക്ടേഴ്സ്, ദാറ്റ് ഈസ് കെറ്റ് φ1, കെറ്റ് φ2, കെറ്റ് φ3 ആസ് കെറ്റ് സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. എങ്ങനെ വരുന്നത്? √3/3 കെറ്റ് φ1 പ്ലസ് 2/3 കെറ്റ് φ2 പ്ലസ് √2/3 കെറ്റ് φ3 എന്നാണ് വരുന്നത്. വെരിഫൈ ദാറ്റ് സൈ ഈസ് നോർമലൈസ്ഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈ നോർമലൈസ്ഡ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. സോ സൈ നോർമലൈസ്ഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? സൈ നോർമലൈസ്ഡ് ആണോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രാസ് സൈ കെറ്റ് സൈ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സോ ബ്രാസ് സൈ കെറ്റ് സൈ ഇവാലുവേറ്റ് ചെയ്താൽ എന്താ വരിക? ബ്രാസ് സൈ കെറ്റ് സൈ. അപ്പോൾ ബ്രാസ് സൈ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ആൾജിബ്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ ബ്രാ സൈ ഇവിടെ ഉണ്ട്. സോ ബ്രാസ് സൈ വെച്ചിട്ട് ഓക്കെ, ബ്രാസ് സൈ ഇവാലുവേറ്റ് ചെയ്യണം. കെറ്റ് സൈ ഇവിടെ ഉണ്ട്. ബ്രാസ് സൈ വിൽ ബി ഈക്വൽ ടു √3/3 ബ്രാസ് സൈയുള്ള കെറ്റ് സൈഡിൽ എന്തായിട്ട് മാറും? ബ്രാ φ1 ആയിട്ട് മാറും. പ്ലസ് 2/3 ബ്രാ φ2 പ്ലസ് √2/3 ബ്രാ φ3 വരും. ഓക്കെ, ഇനി ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ബ്രാസ് സൈ കെറ്റ് സൈ ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം അതേപോലെ തന്നെയാണ്. ഇന്നർ പ്രൊഡക്റ്റ് ആണ് ഹിൽബർട്ട് സ്പേസിലെ. സോ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ എടുത്താൽ മതി. അതായത് ബ്രാ φ1 വരുമ്പോൾ കെറ്റ് φ1ൻ്റെ ടേം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ബ്രാ φ2 വരുമ്പോൾ കെറ്റ് φ2ൻ്റെ ടേം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 3/9 പ്ലസ് നെക്സ്റ്റ് ടേം ആരാ വരിക? 2 × 2 4/9 വരും. 4/9 പ്ലസ് √2/3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2/3 × √2/3 എന്ത് വരും? 2/9 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നിട്ടുണ്ട്? 7 + 2 9/9 വന്നിട്ടുണ്ട്. 9/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ ബ്രാസ് സൈ കെറ്റ് സൈ എന്താണ് നമ്മൾ പറഞ്ഞു? നോർമലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ അത് നോർമലൈസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാനുള്ള എന്താ? കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സിസ്റ്റം ഇൻ വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് φ1, φ2, φ3 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രോബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P1 ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ബ്രാ φ1 കെറ്റ് സൈ മോഡ് സ്ക്വയർ വരും. ഓക്കെ, സോ ബ്രാ φ1 കെറ്റ് സൈ എന്ന് പറഞ്ഞാൽ ആരാ വരിക? φ1നെ കെറ്റ് സൈ ആയിട്ട് ചെയ്യണം. അപ്പം φ1 വന്നിട്ട് ഇവിടെ ബ്രാ φ1 ഉണ്ടാവും, അത് ചെയ്യണം. ഇവിടെയും ബ്രാ φ1 ഉണ്ട്, അത് ചെയ്യണം. ഇവിടെ ബ്രാ φ1 ഉണ്ട്, അത് ചെയ്യണം. ബ്രാ φ1 കെറ്റ് φ1 എന്താ? 1 ആണ്. അതായത് ഇതിൻ്റെ ലോജിക്ക് എന്താ വെച്ചാൽ ബ്രാ φm കെറ്റ് φn എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു Δmn ആണെന്ന് കിട്ടും. ഓക്കെ, സോ ബ്രാ φ1 കെറ്റ് φ1 എന്താണ്? 1 കിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ ഉണ്ടാവും √3/3 ഉണ്ടാവും. അപ്പോൾ √3/3 മോഡ് സ്ക്വയർ വരും. നെക്സ്റ്റ് ബ്രാ φ1 കെറ്റ് φ2 എന്തായി പോകും? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്, രണ്ടും ഈക്വൽ അല്ല, 0 ആയി പോകും. അടുത്തത് ബ്രാ φ1 കെറ്റ് φ3 ആരാണ്? എഗെയിൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്, ഒരിക്കലും എന്താവില്ല, സെയിം അല്ല. അപ്പോൾ 0 ആവും, ആ ടേം പോവും. അപ്പോൾ √3/3ൻ്റെ സ്ക്വയർ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 3/9 വിച്ച് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് P2 വിൽ ബി ഈക്വൽ ടു സിമിലർലി മോഡ് ബ്രാ φ2 കെറ്റ് സൈ സ്ക്വയർ ആണ് വരിക, മോഡ് സ്ക്വയർ ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ആൾ മാത്രമേ കോൺട്രിബ്യൂട്ട് ഉള്ളൂ. അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4/9 എന്ന് കിട്ടും. ഓക്കെ, ഇനി P3 വാല്യൂറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ P3 വിൽ ബി ഈക്വൽ ടു
അടുത്ത ആരാണ് വരിക? റൂട്ട് 2/3 സ്ക്വയർ. റൂട്ട് 2/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/9 ആണ് വരിക. ഓക്കെ, 2/9 ആണ് കിട്ടുക. ക്ലിയർ ആണോ? സോ 2/9 ആണ് ഇവിടെ വരിക. ഇനി ഓരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെരിഫൈ ദാറ്റ് ദ ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബിലിറ്റി എന്താണ്? ഈക്വൽ ടു 1 ആണ്. ഈ ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സൈൻ നോർമലൈസ് ചെയ്തിട്ടുള്ളത്. ആ ടേം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ 1/3 അഥവാ 3/9 എന്ന് പറഞ്ഞ ടേമും 2/9 എന്ന് പറഞ്ഞ ടേമും ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്യണ ഈ 3 ടേമും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ സാധനങ്ങളാണ്. എവിടെ? ഇതാ അവിടെ കിട്ടിയ സാധനങ്ങളാണ്. ഈ 3 ആൾക്കാരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആണല്ലോ. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഇനി ഇങ്ങനെയാണ് നമ്മൾ 3 പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സോ നമ്മൾ പ്രോബബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. P1 എത്രയാണ്? 1/3 ആണ്. P2 എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? P2 വിൽ ബി ഈക്വൽ ടു 4/9 ആണ്. ആൻഡ് P3 വിൽ ബി ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് ഈസ് 2/9 ആണ്. 2/9 ആണ്. കൺസിഡർ നൗ ആൻ എൻസംബിൾ ഓഫ് 810, ദാറ്റ് ഈസ് 810 ഐഡൻറ്റിക്കൽ സിസ്റ്റംസ്, ഈച്ച് വൺ ഓഫ് ദം ഇൻ ദ സ്റ്റേറ്റ് കെറ്റ് സൈ. ഓക്കെ, സോ ഒരു 810 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഓരോന്നും കെറ്റ് സൈലാണ് ഇപ്പോൾ ഉള്ളത്. 810 സിസ്റ്റവും 810 സ്റ്റേറ്റുകളും ഇപ്പോൾ കെറ്റ് സൈലാണുള്ളത്. നമ്മളതിലേക്ക് ഒരു മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കെറ്റ് സൈൽ ആരൊക്കെയാണ് ഉള്ളത്? കെറ്റ് 5.1, കെറ്റ് 5.2, കെറ്റ് 5.3 3 ആൾക്കാരാണുള്ളത്. അപ്പോൾ ഫൈനലി നമ്മൾ മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് വാല്യൂ ആയിട്ടാണ് കിട്ടുക. ഈ ഓരോ സ്റ്റേറ്റും ഓരോ പ്രോബിലിറ്റിയിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കെറ്റ് എച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, ഹെഡ് എന്നുള്ള ആള്, കെറ്റ് ടെയിലും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 1/2 1/2 ആണ്. നമ്മളൊരു 1000 പ്രാവശ്യം ടോസ് ഇട്ടു എന്ന് വിചാരിക്കുക. 1000 പ്രാവശ്യം ടോസ് ഇട്ടാലും ഓൾമോസ്റ്റ് കെറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഏകദേശം 500ൻ്റെ അടുത്ത് വരും. കെറ്റ് ടെയിൽ എന്ന് പറഞ്ഞാൽ അതും 500ൻ്റെ അടുത്ത് വരും. ഇതിനാണല്ലോ നമ്മൾ പ്രോബബിലിറ്റി തിയറികൾ എന്ന് പറയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ ഇവിടെ 810 ഐഡൻറ്റിക്കലായ സിസ്റ്റം ഉണ്ട്. ഐഡൻറ്റിക്കലായ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഉള്ളത് ഏതിൽ തന്നെയാണ്? കെറ്റ് സൈ എന്നുള്ള വേവ് ഫംഗ്ഷനിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? അതിൻ്റെ മെഷർമെൻറ്റ് അതിൽ ആക്ട് ചെയ്താൽ എത്ര സിസ്റ്റം 5.1 ഉണ്ടാവും, എത്ര 5.2 ഉണ്ടാവും, എത്ര 5.3 ഉണ്ടാവും. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 810 ഈ പ്രോബിലിറ്റി കൊണ്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 1000 പ്രാവശ്യം ടോസ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് 500 കിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ്? 1000ൻ്റെ ഹാഫാണ് ഇവിടെ 500 വരിക, 1000ൻ്റെ മറ്റേ ഹാഫാണ് അടുത്ത 500 വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ 8 110 ഇൻറ്റു 1/3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ദിസ് വിൽ ബി ഐ തിങ്ക് 270 കിട്ടും. 270 പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? 5.1 വീയും. P2 എന്ന് പറഞ്ഞാൽ 4/9 ആണ്. സോ 810 ഇൻറ്റു 4/9 ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 360 കിട്ടുന്നുണ്ടാവും. സോ 360 പാർട്ടിക്കിൾസ് എവിടെയാണ് ജമ്പ് ചെയ്യുക? ഇറ്റ് ഈസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേറ്റിലാണ് വരിക. ആൻഡ് ദ തേർഡ് സ്റ്റേറ്റിൽ എത്ര ആളുണ്ടാവും? P3 എന്ന് പറഞ്ഞാൽ 810 ഇൻറ്റു 2/9 ആണ് വരിക. 2/9 വരികയാണെന്നുണ്ടെങ്കിൽ എത്ര വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 180 പാർട്ടിക്കിൾസ് എന്തുണ്ടാവും? ഈ തേർഡ് സ്റ്റേറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് നോർമലി നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, നൗ ഒബ്സർവബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് അടുത്ത് പറയാനുള്ളത്. നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്ത തന്നെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്താണ്? 1/2m ഇൻറ്റു P² പ്ലസ് V(r(t) എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ H എന്ന് പറഞ്ഞാൽ -h²/2m del square എന്നാണ്. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ P ഓപ്പറേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് -IH bar del ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ P²/2m ഉള്ളത്. P²/2m ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിച്ച് ഈസ് ഈക്വൽ ടു 1/2m ഇവിടെ ഉണ്ടാവും. ദെൻ P² പകരം നമ്മൾ ആരെ കൊടുക്കണം? -IH bar the whole square കൊടുക്കണം. -IH bar the whole square എടുക്കുമ്പോൾ മൈനസും പ്ലസ് ആവും. I² വരുമ്പോൾ പിന്നെ ഒരു മൈനസ് വരും. പിന്നെ H ബാറിൻ്റെ സ്ക്വയർ H² വരും. ഡെല്ലിൻ്റെ സ്ക്വയർ del square ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു -h²/2m del square എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മളതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നർത്ഥം. ഓക്കെ, ഇനി മെഷർമെൻറ്റ് എങ്ങനെയാണ് മെഷർമെൻറ്റ് സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിക്കൽ ഫിസിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് എന്താ പറയുക, അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ മെഷർമെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും? അതിനെ പെർട്ടർബ് ചെയ്യും. ആ സിസ്റ്റത്തെ ടോട്ടലി അതിനെ മെഷർമെൻറ്റ് പെർട്ടർബ് ചെയ്യുക ചെയ്യും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ക്യാരി ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അങ്ങനെ ഒരു പെർട്ടർബേഷൻ അവിടെ ഉണ്ടാവില്ല, ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉണ്ടാവില്ല.
പക്ഷേ എന്ത് ചെയ്യും, പെർട്ടർബേഷൻ എന്ന് പറഞ്ഞാൽ വെരി നെഗ്ലിജിബിൾ ആയിരിക്കും എന്നർത്ഥം. പക്ഷേ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ആ സിസ്റ്റത്തെ മൊത്തമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് കാണാം. സോ നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. കൺസിഡർ എ സിസ്റ്റം ഹൂ സ്റ്റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എ കംപ്ലീറ്റ് ആൻഡ് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് 5 വെക്ടേഴ്സ് ket phi1, ket phi2, ket phi3, ket phi4, ket phi5 ആസ് ഫോളോസ്. സോ ഇവിടെ തന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആണുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, ഇതിന് എന്താ പറയുക, എയ്ഗൻ വാല്യൂസ് ആദ്യം ഇതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ വരുന്നത് നോക്കേണ്ടി വരും. സോ ഇവിടെ എച്ച് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ എന്താ തരിക എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നമ്മളോട് പറയാനുള്ളത് എന്താണ്, ഇഫ് ദ എനർജി ഈസ് മെഷേർഡ് ഓൺ എ ലാർജ് നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ സിസ്റ്റം ദാറ്റ് ആർ ഓൾ ഇനീഷ്യലി ഇൻ ദ സെയിം സ്റ്റേറ്റ് ket psi, വാട്ട് വാല്യൂസ് വുഡ് ബി വൺ ഒബ്റ്റെയിൻ വിത്ത് വാട്ട് പ്രോബിലിറ്റീസ്. ഏതൊക്കെ വാല്യൂസ് ആണ് കിട്ടുക, ഏതൊക്കെ പ്രോബിലിറ്റീസ് ആണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള psi എന്ന് പറഞ്ഞാൽ ഏതാണ്, ket psi will be equal to 1/√19 ket phi1 plus 2/√19 ket phi2 plus square root of 2/19 ket phi3 plus square root of 3/19 ket phi4 plus സ്ക്വയർ റൂട്ട് ഓഫ് 5/19 ket phi5 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിലെല്ലാവരും പ്രോബിലിറ്റീസ് ബ്രാസായി ket psi എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ബ്രാസായി ket psi എടുത്തു കഴിഞ്ഞാൽ ഇതിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ എടുത്ത് മോഡ് സ്ക്വയർ എടുത്താൽ മതി. സോ 1/19 പ്ലസ് 4/19 പ്ലസ് 2/19 പ്ലസ് 3/19 പ്ലസ് 5/19 കിട്ടുമല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 + 2 7 + 3 10 + 5 എത്രയാണ്, 15/19 ആണ് കിട്ടുക. ഓക്കെ, സോ നമ്മളിത് നോർമലൈസ്ഡ് അല്ല എന്ന് മനസ്സിലായി. കാരണം എന്താണ്, 15/19 എന്നുള്ളൊരു ടേം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട് എന്നർത്ഥം. സോ നമ്മൾ എല്ലാ ടേമിനെയും പ്രോബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഈ ബ്രാസായി ket psi നമ്മൾ പ്രോബിലിറ്റീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ബ്രാ psi1 probability 1 which is equal to bra psi1 ket psi mod square divided by bra psi ket psi ചെയ്താൽ മതി. ഇത് നോർമലൈസേഷൻ ഉള്ളതാണ്. സോ which is equal to bra psi1 ket psi bra phi1 അല്ലേ. സോ bra phi1 ket psi എന്താ വരിക, ആരാ വരിക, 1/√19 ആണ് വരിക. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, 1/19 വരും, ഡിവൈഡഡ് ബൈ 15/19 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/15 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ആരാ വരിക, ബ്രാ phi2 ket psi മോഡ് സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ബ്രാ psi ket psi വിച്ച് ഈസ് ഈക്വൽ ടു, phi2നെ മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, 2/√19 ആണ് വരിക. അതിന് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, 4/19 ദ ഹോൾ ഡിവൈഡഡ് ബൈ 15/19 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 4/15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. P3 ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക, ബ്രാ phi3 ket psi മോഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ബ്രാ psi ket psi വരും, വിച്ച് ഈസ് ഈക്വൽ ടു 5/3 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2/19 √2/19 വരും. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2/19 വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ ബ്രാ psi ket psi എന്ന് പറഞ്ഞാൽ 15/19 ആണ്. 19 ക്യാൻസൽ ചെയ്താൽ 2/15 കിട്ടും. ഓക്കെ, സിമിലർലി P4 വിൽ ബി ഈക്വൽ ടു 3/19 വരും. ആൻഡ് P5 വിൽ ബി ഈക്വൽ ടു 5/19 വരും. ഈ എല്ലാ പ്രോബിലിറ്റീസും ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ദിസ് വിൽ ബി 5/19 പ്ലസ് 5/15. The final value will be 5/15. ഓക്കെ, സോ എല്ലാ പ്രോബിലിറ്റീസും ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഇവിടെ 5 + 2 7 ആയി, 7 + 3 എത്രയായി, 10 ആയി, 10 + 4 എത്രയായി, 14 ആയി, 14 + 1 എത്രയായി, 15/15. The total probability of the system should be equal to 1. എന്തിനാ 1 ആവുന്നത് വെച്ചാൽ, ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു പ്രോബിലിറ്റി സപ്പോസ് ഒന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി ഒരു 1/2ഉം മറ്റൊന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി ഒരു 49/100 ആണെന്ന് വിചാരിക്കുക. 49/100 എന്ന് പറഞ്ഞാൽ 0.49 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 പ്രോബിലിറ്റി ഒക്കെ, 0.49 പ്രോബിലിറ്റി ഒക്കെ. ഒന്നാമത്തെ പ്രോബിലിറ്റി ആക്സിയം തിയറി പ്രകാരം രണ്ടും 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് സാറ്റിസ്ഫൈഡ്. പക്ഷേ ഇവിടെ ഒരു 0.01 പ്രോബിലിറ്റി ഇവിടെ പോയി, എന്തോ ഒരു പ്രോബിലിറ്റി അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഡൈസ് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 to 6ൻ്റെ ഇടയിൽ കിട്ടണ്ടേ. അതേപോലെ
കോയിൻ ത്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡും ടെയിലും അല്ല കിട്ടേണ്ടത്, അല്ലാതെ കോയിന് ഡയറക്റ്റ്ലി ഇങ്ങനെ നിൽക്കാനുള്ള സാധ്യത ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രോബിലിറ്റി ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. നമ്മളെ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും, സം ഓഫ് ദ പ്രോബിലിറ്റീസ് ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും കിട്ടുന്നുണ്ടാവുക എന്നർത്ഥം. ഓക്കെ, സോ അതാണ് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ലീനിയർ വെക്ടർ സ്പേസും അതുപോലെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ പ്രോബ്ലംസും ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് പ്രോബ്ലംസ് ഡിസ്ക്രിപ്ഷനിലുള്ള പ്രാക്ടീസ് സെഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.